വാർത്തകൾ തുടരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ-പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചു റേഷൻ വാങ്ങിയ മുൻഗണനാ കാർഡുകളിലെ അംഗങ്ങൾ ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ലെന്ന് ഭക്ഷ്യവകുപ്പ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്റ്ററിംഗ് നടത്തിയവർക്കും ഇത് ബാധകമാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരേ സമയം എത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് കാർഡിൽ ഉൾപ്പെട്ട 47 ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് നടത്തിയതായാണ് കണക്ക്. ഈ വിഭാഗത്തിലെ 1.53 കോടി അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഒക്ടോബർ 8 മുൻപ് പൂർത്തിയാക്കും. സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ EKYC അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കലാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ലോട്ടറികൾ റെക്കോർഡ് വേഗത്തിലാണ് വിൽപ്പന നടക്കുന്നത്. നിലവിൽ അച്ചടിച്ച 40 ലക്ഷം ടിക്കറ്റുകളിൽ 36,41,328 ടിക്കറ്റുകൾ വിറ്റുപോയി. ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാട് ജില്ലയാണ് മുന്നിൽ. സബ് ഓഫീസുകളുടെ ഉൾപ്പെടെ 6,59,240 ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം വിറ്റത്. തിരുവനന്തപുരവും തൃശൂരുമാണ് തൊട്ടുപിന്നിലുള്ളത്. കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പനയെന്നും പേപ്പർ ലോട്ടറിയായി മാത്രമാണ് വിൽക്കുന്നതെന്നും കാട്ടി ബോധവൽക്കരണ പ്രചാരണം വകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. 25 കോടി രൂപയാണ് തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപ. 4ഉം 5ഉം സമ്മാനമായി യഥാക്രമം 5 ലക്ഷം, 2 ലക്ഷം, അവസാന സമ്മാനം 500 രൂപ എന്നിങ്ങനെയാണ് സമ്മാനത്തുക. വ്യാജ ലോട്ടറി വിൽപ്പനയ്ക്കെതിരെ പ്രചാരണവും കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത കോയമ്പത്തൂർ സ്വദേശിക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. തൊട്ടു മുമ്പത്തെ വർഷം തിരുവനന്തപുരം സ്വദേശിക്കാണ് ലോട്ടറി അടിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 480 രൂപ കൂടി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 55,080 രൂപയാണ്. ഗ്രാമിന് 60 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 6,885 രൂപയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം സ്വർണ്ണവില 55,000 കടന്നിരുന്നു. ഈ മാസം ഇത് 2ാം തവണയാണ് പവൻ വില 55,000 രൂപ കടക്കുന്നത്. വൻ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങിയ സെൻസെക്സ് 84,000 പോയിന്റ് കടന്ന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയും പുതിയ ഉയരങ്ങളിലെത്തി. 4 വർഷത്തിനു ശേഷം US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചപ്പോൾ ആഗോള വിപണികളുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യൻ വിപണികൾ നേട്ടം കൊയ്തത്. BSE സെൻസെക്സ് 975.1 പോയിന്റ് മുന്നേറി വിപണി തുടങ്ങിയപ്പോൾ റെക്കോർഡുകൾ തിരുത്തി 84,159.90 എന്ന ചരിത്ര നേട്ടത്തിലെത്തി. നിഫ്റ്റി 271.1 പോയിന്റുകൾ കയറി 25,686.90 എന്ന പുതിയ ഉയരത്തിലെത്തി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, JSW സ്റ്റീൽ, മാരുതി, ടാറ്റ സ്റ്റീൽ, ലാർസൻ ആൻഡ് ടാർബോ, ICICI ബാങ്ക്, പവർ ഗ്രിഡ്, നെസ്ലെ, ഭാരതി എയർടെൽ, അദാനി പോർട്ട് എന്നിവയാണ് നേട്ടം കൊയ്ത കമ്പനികൾ. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ അർബൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ടന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള BCom ബിരുദം, PGDCA എന്നിവയാണ് യോഗ്യത. ടാലി അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളുടെ പകർപ്പും ബയോഡാറ്റയും മൊബൈൽ നമ്പർ, ഇമെയിൽ ID സഹിതം സെപ്റ്റംബർ 28 വൈകിട്ട് 5 ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അവകാശികളില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. വാഹനങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള വ്യക്തികൾക്ക് രേഖകൾ സഹിതം ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുൻപാകെ നേരിട്ട് ഹാജരായി വാഹനത്തിന്മേലുള്ള അവകാശം ബോധ്യപ്പെടുത്തി നിയമാനുസരണം ഏറ്റെടുക്കാവുന്നതാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. 30 ദിവസത്തിനകം അവകാശവാദം ഉന്നയിക്കാത്ത വാഹനങ്ങൾ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അവകാശികളില്ലാത്ത വാഹനങ്ങളായി പരിഗണിച്ച് ലേലം ചെയ്യും. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വനിതകളെ ആദരിക്കുന്നതിനുള്ള വനിതാരത്നം പുരസ്കാരത്തിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. സാമൂഹ്യ സേവനം, കായികം, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിത, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, വിദ്യാഭ്യാസ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത, കലാരംഗം എന്നീ 6 മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വനിതകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. മറ്റു വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ മുഖേനയാണ് നോമിനേഷനുകൾ ക്ഷണിക്കുന്നത്. പ്രവർത്തന മേഖല സംബന്ധിച്ച വിവരം, ചിത്രങ്ങൾ, പത്രക്കുറിപ്പുകൾ, മറ്റു അനുബന്ധ രേഖകൾ എന്നിവ നോമിനേഷനുകൾക്കൊപ്പം ഉള്ളടക്കം ചെയ്യണം.
പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നയാളും കഴിഞ്ഞ 5 വർഷമെങ്കിലും പ്രസ്തുത മേഖലയിൽ പ്രവർത്തിച്ചവരുമായിരിക്കണം. തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ ഒക്ടോബർ 10 വരെ നോമിനേഷൻ സ്വീകരിക്കും. ഫോൺ 0487299414. പ്രശസ്ത ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരി നിര്യാതനായി. 90 വയസ്സായിരുന്നു. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ തുടങ്ങിയ വിഭാഗങ്ങളിലായി 60-ലേറെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. വേലായുധൻ പണിക്കശ്ശേരിയുടെ 12 പുസ്തകങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിൽ പാഠപുസ്തകങ്ങളാണ്. 1934 മാർച്ച് 30-നാണ് വേലായുധൻ പണിക്കശ്ശേരി ജനിച്ചത്. മലബാർ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ ഏങ്ങണ്ടിയൂർ ബ്രാഞ്ച് ലൈബ്രറിയിൽ 1956-ൽ ലൈബ്രറിയനായി ജോലിയിൽ പ്രവേശിച്ച വേലായുധൻ പണിക്കശ്ശേരി 1991-ൽ വിരമിച്ചു. ഗവേഷണ വിദ്യാർത്ഥികളുടെ എൻസൈക്ലോപീഡിയ എന്നാണ് വേലായുധൻ പണിക്കശ്ശേരി അറിയപ്പെട്ടിരുന്നത്. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏങ്ങണ്ടിയൂർ ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 23 തിങ്കളാഴ്ച നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേലൂർ പൂവക്കാട്ടുകുന്ന് പൗരാവലി സംഘടിപ്പിച്ച ശ്രാവണ സന്ധ്യ എന്ന പേരിലുള്ള ഓണംകളി മത്സരം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇപോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ മുൻഗണനാ കാർഡുകളിലെ അംഗങ്ങൾ ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ലെന്ന് ഭക്ഷ്യവകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.